ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതോടെ എൻഡിഎക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ യോഗേന്ദ്ര യാദവ് പറയുന്നത് ഈ തിരിച്ചടിയെക്കുറിച്ചാണ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് 5ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് 5ാം ഘട്ടത്തിലാണ്, 49 മണ്ഡലങ്ങൾ. എന്നാൽ രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, പീയൂഷ് ഗോയൽ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖർ ജനവിധി തേടിയത് ഈ ഘട്ടത്തിലാണ്. 2019 വോട്ടെടുപ്പിൽ 49-ൽ 39 സീറ്റ് നേടിയത് എൻഡിഎ ആയിരുന്നു. ബിജെപിക്ക് മാത്രം 32 സീറ്റാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ ഇതുപോലൊരു വിജയം ബിജെപിക്ക് ലഭിക്കില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ വെച്ചാണ് തന്റെ വാദം യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 14 സീറ്റുകളിലേക്കായിരുന്നു 5ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ്. 2019-ൽ 13 സീറ്റിൽ ബിജെപിയും 1 സീറ്റിൽ കോൺഗ്രസുമായിരുന്നു വിജയിച്ചത്. എന്നാൽ ഇത്തവണ ബിജെപിക്ക് ഇവിടെ 8 സീറ്റ് ലഭിക്കുകയുള്ളൂ. കൗശംബി, ഫത്തേപൂർ, ബന്ദ എന്നീ മണ്ഡലങ്ങളിൽ എസ്പിക്കാണ് മേൽക്കൈ. റായ്ബറേലിയിലും അമേഠിയിലും ബാരാബങ്കിയിലും കോൺഗ്രസിനാണ് സാധ്യത. ബീഹാറിൽ 5 സീറ്റിലേക്കായിരുന്നു ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 2019-ൽ ബിജെപിക്ക് ലഭിച്ച 3 സീറ്റ് 2ആയി കുറയും. ജെഡിയു തങ്ങളുടെ 2 സീറ്റ് നിലനിർത്തുമ്പോൾ ശേഷിക്കുന്ന 1 സീറ്റ് ഇന്ത്യ സഖ്യത്തിനായിരിക്കും. 5ാം ഘട്ടത്തോടെ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. അവസാന ഘട്ടം വിധിയെഴുതുന്ന 13 സീറ്റിൽ 6 സീറ്റ് ബിജെപിക്കും 5 സീറ്റ് എൻഡിഎയുടെ മറ്റ് കക്ഷികളും നേടിയേക്കും. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഇവിടെ ലഭിക്കുക. ഒഡീഷയിൽ 2019-ൽ 5-ൽ 3 സീറ്റ് ബിജെപിക്കും 2 ബിജെഡിക്കുമായിരുന്നു. ഈ നില തുടരാനാണ് സാധ്യത. പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം. ബാരാക്പൂരിലും ഹൂഗ്ലിയിലും ബിജെപി അപകടത്തിലാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ആരാം ബാങ്ക് പിടിച്ചെടുത്തേക്കാം. ജാർഖണ്ഡിൽ 1 സീറ്റിൽ സിപിഐ വിജയിക്കുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം 400 സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കുമോ എന്ന സംശയമാണ് നിലവിലുള്ളതെന്നാണ് സിപിഎം നേതാവ് തോമസ് ഐസക് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നത്. 400 സീറ്റിന്റെ വമ്പ് കഥകളും വികസന നേട്ടങ്ങളും പറഞ്ഞാണ് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്നാൽ 2ാം ഘട്ടം കഴിഞ്ഞതോടെ വർഗീയ പ്രചാരണങ്ങൾക്ക് മോദി തന്നെ മുൻകൈയെടുത്തു. ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ഇത്രയും വിഷലിപ്തമായ വർഗീയത നാം ഇതുവരെ കേട്ടിട്ടില്ല. ഓരോ ഘട്ടത്തിന്റെയും എക്സിറ്റ് പോളുകൾ നടക്കുന്നുണ്ട്. നമുക്ക് അവയുടെ ഫലം 4-ാം തീയതിയെ അറിയൂ. പക്ഷേ ഭരിക്കുന്നവർക്ക് നേരത്തെ അറിയാം. അതിന്റെ വെപ്രാളമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പ്രതിഫലിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ വെപ്രാളം കൊണ്ട് അദാനി, അംബാനി പരാമർശം പോലുള്ള മഠയത്തരങ്ങളും മോദിയുടെ വായിൽ നിന്നും വീഴുന്നു. ചുരുക്കി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നേറും തോറും മോദിക്കും എൻഡിഎക്കും എതിരായി കാറ്റ് വീശുകയാണെന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. അപ്പോഴും മോദിയുടെ അവകാശവാദങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല എന്നതാണ് സത്യം.